ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രാംസ് ബയോളജി. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ എന്താണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി? ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അലർജിയാണ്. സോ നമുക്കറിയാം നമ്മളിൽ പല ആൾക്കാർക്കും എന്തുണ്ടാവേണ്ട അലർജി ഉണ്ടാവേണ്ടല്ല. ചില സമയത്ത് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾ നമ്മളെ ബോഡിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അലർജി വരും, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അലർജി വരും. അതുമല്ലെങ്കിൽ ചില ഡ്രഗ്സ്, പെനിസിലിൻ പോലുള്ള ചില ഡ്രഗ്സ് എല്ലാം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലർജി വരാറുണ്ട്. അതേപോലെ ഫുഡ്, ചില മഷ്റൂംസ് അല്ലെങ്കിൽ സീ ഫുഡ്, പ്രോൺസ്, ഇതേപോലെയുള്ള സീ ഫുഡെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് എന്ത് വരാനുണ്ട്? അലർജി വരണം. സോ എന്തുകൊണ്ടാണ് ഈ അലർജി വരുന്നത്? ഓക്കെ, അതായത് നമ്മളെ ബോഡിയിൽ എന്തുണ്ട്? ഒരു വെൽ ഡെവലപ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. സോ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഓവറായിട്ട് അത് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ അലർജി പോലെയുള്ള സിംറ്റംസ് നമുക്ക് കാണപ്പെടുന്നത്, അല്ലേ? സോ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചൊരു കറക്റ്റ് ധാരണ വേണം. സോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. അതായത് സെല്ലുലാർ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, ഹ്യൂമറൽ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. എന്താണ് സെല്ലുലാർ ഇമ്മ്യൂൺ സിസ്റ്റം? സെല്ലുലാർ പറഞ്ഞാൽ അവിടെ എന്താണ്? സെൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്. മാക്രോഫേജും ഇതുപോലെയുള്ള ഫാഗോസൈറ്റിക് സെല്ലിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടി എന്താണ് നടക്കുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്താ പറയുക? സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിൻ്റെ വേറൊരു പേരാണ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സോ എന്താണ് ഈ ആൻറ്റിബോഡി മീഡിയേറ്റഡ്? നമുക്കറിയാം, എന്തെങ്കിലും ആൻറ്റിജൻ നമ്മളെ ബോഡീൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം എന്തുണ്ടാക്കും? നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ബി സെൽസ് എന്ന് പറയുന്നത് പ്ലാസ്മ സെൽസ് ഉണ്ടാക്കുകയും പ്ലാസ്മ സെൽസ് എന്തുണ്ടാക്കും? ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും. അത് ആ പ്രോട്ടീൻ്റെ പേര് അതാണ് ആൻറ്റിബോഡി. സോ ആൻറ്റിബോഡി എന്താ ചെയ്യും? നമ്മളെ ബോഡീൻ്റെ ഉള്ളിൽ അത് നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്ത ആൻറ്റിജനെ അത് നശിപ്പിക്കും. ഓക്കെ, സോ ഇതാണ് സാധാരണ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ നടക്കുന്ന മെക്കാനിസം. ഓക്കെ, അടുത്തത് ഇനി അലർജിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അലർജി വരുന്നത്? സോ അലർജി വരുന്നത് എന്നാൽ ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇല്ലേ, ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓവറായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് എന്താണ് അലർജി ഉണ്ടാകുന്നത്. അത് നമ്മളെ സെൽസിന് തന്നെ അത് ഡാമേജ് ഉണ്ടാക്കും. നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ സെൽസിന് തന്നെ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അത് എന്താണ്? ആ ഡാമേജ് ഉണ്ടാക്കുന്ന ചില സമയത്ത് അത് ചെറിയ രീതിയിലുള്ള ഡാമേജ് ആവാം. ഓക്കെ, പുറത്തുനിന്നുള്ള ആൻറ്റിജൻ വന്നിട്ട് നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? ഡാമേജ് ഉണ്ടാക്കുന്നത്. സോ അത് കുറേ രീതിയിലുള്ള സിംറ്റംസ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഹൈപ്പർ സെൻസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഹൈപ്പോടെൻസീവ് ഷോക്കോ അല്ലെങ്കിൽ യുർട്ടിക്കാറിയോ ബ്രോങ്കിയൽ ആസ്മ പോലെയുള്ള എന്താണ് പല സിംറ്റംസും ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്തത്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതിൻ്റെ ഡെഫിനേഷന്, എന്താണ് പ്രൈമിങ് ഡോസ്, എന്താണ് ഷോക്കിംഗ് ഡോസ്, എത്ര തരം ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ട്, അതിൽ ടൈപ്പ് 1 ആദ്യത്തെ ടൈപ്പ് 1 ആണ്. ആ ടൈപ്പ് 1നെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. അതായത് എന്തെല്ലാം ഓർഗൻസ് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം, ടൈപ്പ് 1ൻ്റെ മെക്കാനിസം, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇഞ്ചൂറിയസ് കോൺസിക്വൻസസ് ഇൻ ദ സെൻസിറ്റൈസ്ഡ് ഹോസ്റ്റ് ഫോളോയിങ് കോൺടാക്ട് വിത്ത് സ്പെസിഫിക് ആൻറ്റിജൻ. സോ എന്താണ് ഈ ഡെഫിനിഷൻ പറയുന്നത്? ഒരു സെൻസിറ്റൈസ്ഡ് ഹോസ്റ്റിൽ കാണിക്കുന്ന ഇഞ്ചൂറിയസ് കോൺസിക്വൻസസ്, അതായത് ഒരു ആൻറ്റിജൻ, ഒരു സെൻസിറ്റൈസ്ഡ് ഹോസ്റ്റിൽ ഒരു സ്പെസിഫിക് ആൻറ്റിജൻ എൻ്റർ കഴിഞ്ഞാൽ അത് എന്തുണ്ടാക്കുന്നുണ്ട്? അവിടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇഞ്ചൂറിയസ് കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നുണ്ട് ആ ബോഡിയിൽ. ഓക്കെ, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. സോ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ എന്താണ് പ്രൈമിങ് ഡോസ് അല്ലെങ്കിൽ സെൻസിറ്റൈസിങ് ഡോസ്. സോ എന്താണ് സെൻസിറ്റൈസിങ് ഡോസ്? ഇനീഷ്യൽ കോൺടാക്ട് വിത്ത് ദ ആൻറ്റിജൻ ഈസ് കോൾഡ് ആസ്. സോ ആദ്യമായിട്ട് ഒരു ആൻറ്റിജൻ നമ്മളെ ബോഡീൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത് അത് എക്സ്പോസ് ചെയ്താൽ, ഇമ്മ്യൂൺ സിസ്റ്റം എക്സ്പോസ് ചെയ്താൽ എന്താണ് അത്? പ്രൈമിങ് ഡോസ് എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ സെൻസിറ്റൈസിങ് ഡോസ്. ഓക്കെ, പിന്നെ സെയിം ആൻറ്റിജൻ അടുത്ത പ്രാവശ്യം സെക്കൻഡറി ആയിട്ട് നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്യും കഴിഞ്ഞാൽ അതെന്ത് പറയാം? ഷോക്കിംഗ് ഡോസ് എന്ന് പറയാം. ഓക്കെ, സോ ആ ഷോക്കിംഗ് ഡോസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ പല എബ്നോർമൽ റിയാക്ഷൻസും നടക്കുന്നുണ്ട്. സോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി സാധാരണ നടക്കുന്ന ആരിലാണ്? അതായത് സെൻസിറ്റൈസ് ചെയ്ത ആളിലാണ് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് നടക്കുന്നത്. സോ ഹൈപ്പർ റിയാക്ഷൻ നടക്കണമെങ്കിൽ സെക്കൻഡ് ടൈം ആ ആൻറ്റിജൻസ് നമ്മളെ ബോഡിയുമായിട്ട് എന്താണ് കണ്ടുമുട്ടിയാൽ മാത്രമേ അത് ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്
ഉണ്ടാക്കുന്നില്ല. സോ ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് ക്ലാസിഫൈ. കൂംസ് ആൻഡ് ജെൽ എന്ന് പറയുന്ന ആൾ ഒരു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റിനെ. എങ്ങനെയാണ്? ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും പിന്നെ ഉള്ളത് ഡിലേയ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും. സോ എന്താണ് ഇമ്മീഡിയറ്റ് അതിൽ തന്നെ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്, പിന്നെ ടൈപ്പ് 4, ടൈപ്പ് 5. അതിൽ ടൈപ്പ് 5 എന്ന് പറയുന്നത് എന്താണ്? ഡിലേ ടൈപ്പാണ്. സോ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്, സോ ഇത് വേറൊരു ഡെഫിനിഷനാണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റെഫേഴ്സ് ടു ആൻ അൺഡിസൈറബിൾ റിയാക്ഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോർമൽ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻക്ലൂഡിങ് അലർജീസ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. സോ നമ്മളെ ബോഡിയിൽ ഉള്ള നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം അബ്നോർമലായിട്ട് റിയാക്ട് ചെയ്യുകയാണ് ഇവിടെ, അല്ലേ? സോ അതുവഴി എന്തുണ്ടാകുന്നത്? നമ്മളെ ബോഡിയിൽ അലർജി ഉണ്ടാകുന്നുണ്ട്, അതേപോലെ ഓട്ടോ ഇമ്മ്യൂണിറ്റി. സോ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? നമ്മളെ ബോഡിയിലുള്ള ആൻറ്റിജൻസ് സെൽഫ് ആൻറ്റിജൻ തന്നെ അത് നോൺ സെൽഫായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാക്കുന്നത്? അവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഒക്കെ ഉണ്ടായിരുന്നത്. സോ അതാണ് ഓട്ടോ. നമ്മളെ സെൽസിനെ തന്നെ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്? അവിടെ ഫോറിനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എന്താണ് നമ്മളെ ബോഡീനെ ഉള്ള നമ്മളെ സെൽസിനെ തന്നെ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ അലർജീസ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ രീതിയിൽ, അതായത് പുറത്തു നിന്ന് വരുന്ന ആൻറ്റിജൻസ് വരുമ്പോഴാണ് ഈ അലർജീസ് ഉണ്ടാകുന്നത്. ദീസ് റിയാക്ഷൻസ് മേ ബി ഡാമേജിങ്, അൺകംഫർട്ടബിൾ ഓർ ഒക്കേഷണലി ഫേറ്റ്. ചില സമയത്ത് അത് ഡാമേജ് ചെയ്യുമോ അല്ലെങ്കിൽ ചില സമയത്ത് അത് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തത്, സോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. അതിന് എന്ത് കൂടി പറയാം? അനൈഫലാക്റ്റിക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് കൂടിയും നമുക്ക് സൂചിപ്പിക്കാം. ഓക്കെ. സോ എന്തൊക്കെ ടിഷ്യൂസ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്? ദ റിയാക്ഷൻ മേ ഇൻവോൾവ് സ്കിന്ന്. ചില സമയത്ത് സ്കിന്നിലായിരിക്കും നമുക്ക് ഈ സിംറ്റംസ് കാണാം. എക്സീമ അല്ലെങ്കിൽ യൂർട്ടിക്കാരിയ പോലെയുള്ള സിംറ്റംസ് നമുക്ക് സ്കിന്നിൽ കാണപ്പെടാം. അതേപോലെ ഐസിൽ കാണപ്പെടുന്നുണ്ട്. ഐസിൽ എന്താ കാണപ്പെടുന്നത്? കൺജക്റ്റിവൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ കാണപ്പെടുന്നുണ്ട്. നെയ്സോഫാരിങ്സിൽ കാണുന്നുണ്ട് റൈനോറിയ എന്ന് പറയുന്ന ഒരു അസുഖം, അല്ലെങ്കിൽ റൈനൈറ്റീസ് എന്ന് കാണപ്പെടുന്നുണ്ട്. ചില സമയത്താണെങ്കിൽ അസ്തമ കാണുന്നുണ്ട്. അസ്തമ എന്താ പറയുക? അത് ബ്രോക്കോ പൾമണറി ടിഷ്യൂ ഡാമേജ് ആണ്. പിന്നെന്താണ്? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിലും നമുക്ക് എന്ത് കാണുന്നുണ്ട്? ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് കാണുന്നുണ്ട്. അതിനെ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് വിളിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇത്രയും എന്താണ് ഓർഗൻസ് ആണ് സാധാരണ ടൈപ്പ് 1 ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത്, സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് 1 കുറച്ച് പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് അത് ആരാണ് മീഡിയേറ്റഡ് ചെയ്യുന്നത്? അതായത് മീഡിയേറ്റഡ് ബൈ IgE ആൻറ്റിബോഡി. ഓക്കെ. സോ മീഡിയേറ്റഡ് ബൈ IgE ആൻറ്റിബോഡി, പ്രൈമറിലി സെല്ലുലാർ കമ്പോണൻറ്റ് ഇൻ ദിസ് ഹൈപ്പർ സെൻസിറ്റീവ് ദ മാസ്റ്റ് സെൽസ് ആൻഡ്. അപ്പോൾ സോ ആരാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്? ഏത് സെല്ലാണ് ഇൻവോൾവ് ചെയ്യുന്നത്? മാസ്റ്റ് സെൽസും ബേസോഫില്ലുമാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ദ റിയാക്ഷൻ ഈസ് ആംപ്ലിഫൈഡ് ഓൺ ആൻഡ് ഓർ എന്താണ് മോഡിഫൈഡ് ബൈ പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ന്യൂട്രോഫിൽസ് ആൻഡ് ഈസനോഫിൽ മാസ്റ്റ് സെൽ സ്റ്റിമുലേറ്റ്സ് ആൻഡ് റിലീസ്. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? IgE മീഡിയേറ്റഡ് ആണ്. അതേപോലെ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് IgE മീഡിയേറ്റഡ് ആണ്. പിന്നെ ഏതുള്ള സെൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്? ഇവിടെ മാസ്റ്റ് സെൽസും ബേസോഫില്ലും പോലെയുള്ള സെൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മാസ്റ്റ് സെല്ല് സ്റ്റിമുലേറ്റ് ആൻഡ് റിലീസ് ഹിസ്റ്റാമിൻ. ഇവിടെ മാസ്റ്റ് സെല്ലിന് എന്ത് സംഭവിക്കുന്നുണ്ട്? അത് സ്റ്റിമുലേറ്റ് ആവുകയും അതുവഴി മാസ്റ്റ് സെല്ലിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ചില കെമിക്കൽ മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യുന്നത്. അതൊക്കെ എന്താണ് ഈ മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത്? അത് ഹിസ്റ്റാമിനാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ബേസിക് ആയിട്ട് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ അറിയേണ്ടത്. ഓക്കെ. പിന്നെ നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്? ഒരു സിംറ്റംസ് ഉണ്ട്. എട്ടോപ്പി. എന്താണ് എട്ടോപ്പി? എട്ടോപ്പി ഈസ് ദ ടേം ഫോർ ജെനറ്റിക് ട്രേറ്റ് ടു ഹാവ് എ പ്രിഡിസിപ്പിഷൻ ഫോർ ദ ലോക്കലൈസ്ഡ് അനഫലാസിസ് റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ എട്ടോപ്പി എന്ന് പറയാം. ഓക്കെ. സോ എട്ടോപ്പിക് ഇൻഡിവിജ്വൽ ഹാവ് ഹയർ ലെവൽ ഓഫ് IgE ആൻഡ് ഈസനോഫിൽ. എട്ടോപ്പിക് ഉള്ള ഇൻഡിവിജ്വലിൽ എന്താണ്? അയാളെ ബ്ലഡിൽ IgEൻ്റെ അളവും അതേപോലെ ഈസനോഫിൽസും കൂടുതലായിരിക്കും. ഓക്കെ. കാരണം അതൊരു അലർജി കണ്ടീഷനാണ്. അതായത് ലോക്കലൈസ്ഡ് അലർജി കണ്ടീഷനാണ്. ഓക്കെ. എട്ടോപ്പി എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് എന്നാണ് അലർജി കണ്ടീഷനാണ്. സോ ഇനി നോക്കണം നമുക്ക് മെക്കാനിസമാണ്. സോ ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻറ്റിജൻ പ്രൊഡ്യൂസ് ആൻ ആൻറ്റിബോഡി റെസ്പോൺസ്. സോ നമുക്കറിയാം ഒരു ആൻറ്റിജൻ ഫസ്റ്റായിട്ട് നമ്മളെ ബോഡീൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തുണ്ടാക്കുന്നുണ്ട്? അവിടെ ആൻറ്റിബോഡി റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. മോർ സ്പെസിഫിക്കലി എന്താണ്? ഇത് ടൈപ്പ് ഓഫ് ആൻറ്റിജൻ ആൻഡ് ദ വേ ഇൻ വിച്ച് ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ഇൻഡ്യൂസ് ദ സിന്തസിസ് ഓഫ് IgE ആൻറ്റിബോഡി ഇൻ ദ പർട്ടിക്കുലർ. സോ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നമ്മളെ ബോഡിയിൽ ആൻറ്റിജൻ ഉണ്ട് കഴിഞ്ഞാൽ നമ്മളെ സ്വാഭാവികമായിട്ട് നമ്മളെ ബോഡി എന്തുണ്ടാക്കുന്നുണ്ട്? അവിടെ IgE ആൻറ്റിബോഡി ഉണ്ടാക്കുന്നുണ്ട്. സോ ഇമ്യൂണോഗ്ലോബുലിൻ IgE ബൈൻഡ്സ് വിത്ത് വെരി സ്പെസിഫിക് റിസപ്റ്റർ ഓൺ ദ സർഫേസ് ഓഫ് മസിൽ. സോ ഇത് എന്താണ്? ഈ ആൻറ്റിബോഡി ഉണ്ടാക്കുകയും ഈ IgE എന്ന് പറയുന്ന ആൻറ്റിബോഡി അത് എവിടെ പോയി ബൈൻഡ് ചെയ്യും? അത് മാസ്റ്റ് സെല്ലിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. സോ മാസ്റ്റ് സെല്ലിൽ അതിന് വേണ്ട റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ. IgE പോയിട്ട്
മാസ്റ്റ് സെല്ലിനെ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ മാസ്റ്റ് സെല്ലിൻ്റെ സർഫേസിൽ ആരുണ്ട്? റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററിൽ പോയിട്ടാണ് ഈ IgE ആൻറ്റിബോഡി ബൈൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ് അവിടെ FC റിസപ്റ്റർ ഉണ്ട്. ഈ മാസ്റ്റ് സെല്ലിൻ്റെ പുറത്ത് FC റിസപ്റ്റർ എന്ന് പറയുന്ന റിസപ്റ്റർ ഉണ്ട്. അവിടെ പോയിട്ട് ആര് ബൈൻഡ് ചെയ്യും? IgE ആൻറ്റിബോഡീൻ്റെ FC പോർഷൻ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, വിച്ച് റിമെയിൻ ഇൻ സർക്കുലേറ്റിംഗ്. ഓക്കെ, പിന്നെ റീഇൻട്രൊഡ്യൂസ്ഡ് ആൻറ്റിജൻ ഇൻട്രാക്ട് വിത്ത് IG. സോ ഇതിപ്പോൾ ഇത് നടന്നത് ഫസ്റ്റ് എക്സ്പോഷറാണ്. ഇനി നമുക്കറിയേണ്ടത് സെക്കൻഡ് എക്സ്പോഷർ. സോ സെക്കൻഡ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം ഈ സെയിം ആൻറ്റിജൻ വന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓൾറെഡി ഫസ്റ്റ് എക്സ്പോഷറിൽ ഉണ്ടായ ആൻറ്റിബോഡി ഇല്ലേ, അത് എവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ട്? നമ്മളെ മാസ്റ്റ് സെൽസിൻ്റെ പുറത്ത്, അതായത് FC റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൻറ്റിജൻ പോയിട്ട് എന്ത് ആക്കും? ഈ IgE ആൻറ്റിബോഡിയായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, സോ റീഇൻട്രൊഡ്യൂസ്ഡ് ആൻറ്റിജൻ ഇൻറ്ററാക്ട് വിത്ത് IgE ഓൺ ദ മാസ്റ്റ് സെൽസ് കോസിങ് സെൽസ് ടു സോ അത് ഈ ആൻറ്റിജൻ, അതായത് സെക്കൻഡ് ടൈം സെയിം ആൻറ്റിജന് എൻ്റർ ചെയ്തിട്ട് ഹോസ്റ്റിൻ്റെ ബോഡിയിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ആൻറ്റിജൻ പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്യും? IgEയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. സോ ഈ IgE എവിടെയുള്ളത്? അത് മാസ്റ്റ് സെല്ലിൻ്റെ സർഫേസിലാണ്, അതായത് FC റിസപ്റ്ററിലാണ്. അവിടെ പോയി ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ മാസ്റ്റ് സെല്ലിന് ആക്ടിവേഷൻ സംഭവിക്കുകയും അതുവഴി എന്തുണ്ടാക്കും? അവിടെ ആ മാസ്റ്റ് സെല്ലിൻ്റെ ഡീഗ്രാനുലേഷൻ സംഭവിക്കുന്നുണ്ട്. ആ ഡീഗ്രാനുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മാസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിലുള്ള മീഡിയേറ്റേഴ്സ്, കെമിക്കൽ മീഡിയേറ്റേഴ്സ്, അതായത് ഹിസ്റ്റാമിൻ പോലുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ് റിലീസാവും. എവിടത്തേക്ക്? പുറത്തേക്ക്. ഓക്കെ, ആ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അത് റിലീസാവും. അപ്പോൾ സെല്ല് പുറത്ത് റിലീസാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഹിസ്റ്റാമിന് പല ഫങ്ഷൻസും ഉണ്ട്. എന്തൊക്കെ ഫങ്ഷൻസാണ് ഉള്ളത്? അത് സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ. ഓക്കെ, ഇറ്റ് കോസസ് സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ, വാസോഡൈലേഷൻ, ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി, ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആൻഡ് എഡീമ. ഇത്രയും കാര്യങ്ങൾ ഈ ഹിസ്റ്റാമിൻ ഉണ്ടാക്കും. അതായത് ഹിസ്റ്റാമിന് സ്മൂത്ത് മസിലിൻ്റെ കൺട്രാക്ഷൻ ഉണ്ടാക്കും, വാസോഡൈലേഷൻ ഉണ്ടാക്കും, ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി ഉണ്ടാക്കും, അതേപോലെ ബ്രോങ്കോ കൺസ്ട്രിക്ഷനും ആൻഡ് എഡീമ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഹിസ്റ്റാമിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് റിയാക്ഷൻ ഒക്കർ വെരി സഡൻലി, സോ കോസിങ് ഡെത്ത്. ചില സമയത്ത് അത് എന്തുണ്ടാക്കും? മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് ഇതിലുണ്ട്. സോ ഇതൊക്കെയാണ് ചില മീഡിയേറ്റേഴ്സ്. ഹിസ്റ്റാമിൻസ് എവിടെയാണ് റിലീസ് ചെയ്യുന്നത്? മാസ്റ്റ് സെല്ലിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ കുറേ എന്തൊക്കെയോ ഉണ്ട്, സൈറ്റോകൈൻസ്, കീമോട്ടൈൻസ് ഫോർ ന്യൂട്രോഫിൽസ് ആൻഡ് ഈസനോഫിൽസ്, എൻസൈംസ്. സോ ഇങ്ങനെയുള്ള പല പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ഇങ്ങനെയുള്ള പല മീഡിയേറ്റേഴ്സും ഈ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ആദ്യമേ ഞാൻ ഒരു സ്ലൈഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ. ടൈപ്പ് 1 റിയാക്ഷൻ, അതിൻ്റെ മെക്കാനിസം. സോ ടൈപ്പ് 1 ഒക്കേഴ്സ് ഇൻ 2 ഫോംസ്. അത് അക്യൂട്ട് ഫോമിൽ ഉണ്ടാവും, അതേപോലെ ക്രോണിക് ഫോമിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അക്യൂട്ട് ഫോം അല്ലെങ്കിൽ പൊട്ടൻഷ്യലി ഫേറ്റലായ ഫോം ഏതാണ്? സിസ്റ്റമിക് ഫോം, അതായത് എനഫലാസിസ് എന്ന് പറയും. പിന്നെ ഒരു ഫോം ഉള്ളത് ലോക്കലൈസ്ഡ് ഫോം, അതാണ് എട്ടോപ്പി. സോ രണ്ട് രീതിയിലുള്ള മെക്കാനിസത്തിൽ 2 രീതിയിലുള്ള ഫോംസ് ഉണ്ട്. ഓക്കെ, റിയാക്ഷൻസ് ഉണ്ട്, അതായത് എനഫലാസിസും ഉണ്ട്, എട്ടോപ്പിയും ഉണ്ട്. സോ എന്താണ് എനഫലാസിസ്? അതൊരു അക്യൂട്ട് പൊട്ടൻഷ്യലി ഫേറ്റലായ ഒരു ഫോമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം അതൊരു സിസ്റ്റമിക് ഫോമാണ്. എനഫലാസിസ് എന്ന് പറയുന്നത് സിസ്റ്റമിക് ഫോമും എട്ടോപ്പി എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ഫോമുമാണ്. ഓക്കെ, അതൊരു ക്രോണിക് ഫോമാണ്. സോ അടുത്തത് നമുക്ക് സ്റ്റെപ്പിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, മെക്കാനിസത്തിനെ കുറിച്ച്. അപ്പോൾ മെക്കാനിസത്തിൽ ഇതിലൊരു പിക്ചർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ പിക്ചറിൽ നമുക്കുണ്ട് ഇവിടെ തന്നെ ഫസ്റ്റ് എക്സ്പോഷർ. സോ ഈ യെല്ലോ കളർ ഉള്ളത് എന്താണ്? അലർജനാണ്. അലർജൻ എന്ന് പറയുന്നത് ആൻറ്റിജനാണ്. സോ ആൻറ്റിജൻ ഫസ്റ്റ് എക്സ്പോസ് ചെയ്യുന്ന എവിടെയാണ്? നമ്മളെ ബോഡിയിൽ, നമ്മളെ ഇൻഫോയിഡ് ഓർഗനിലുള്ള APC, അതായത് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ഉണ്ട്. ഓക്കെ, ഡെൻഡ്രൈറ്റ് പോലെയുള്ള ആൻറ്റിജൻസ് പ്രസൻറ്റിങ് സെല്ലുണ്ട്. സോ അത് ഈ ആൻറ്റിജനെ ബൈൻഡ് ചെയ്ത് എടുക്കും. ഓക്കെ, സോ അവിടെ നമ്മളെ APCയിൽ ആരുണ്ട്? APCയിൽ നമുക്ക് അവിടെ MHC പോലെയുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, MHC പോലെ MHC1, MHC2 പോലെയുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. അതുമായിട്ട് ബൈൻഡ് ചെയ്യും ഈ ആൻറ്റിജൻ. സോ ഈ ആൻറ്റിജനെ പ്രസൻറ്റ് ചെയ്യിപ്പിക്കും ആര്? ഈ MHC. എവിടെ പ്രസൻറ്റ് ചെയ്യിപ്പിക്കും? അത് T സെൽ, അതായത് നെയ്വ് T സെല്ലിനെ പോയിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യിപ്പിക്കും ഈ APC. ഓക്കെ, APC ആൻറ്റിജനെ നൈവ് T സെല്ലിനെ പോയിട്ട്
നെയ്വ് ടി സെൽ എന്ന് പറഞ്ഞാൽ ഇനാക്ടിവേറ്റഡ് ഫോം ഓഫ് ടി സെല്ലാണ്. ഓക്കെ, അതിനെ പോയിട്ട് അത് പ്രസൻറ്റ് ചെയ്യിപ്പിക്കും. അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഈ നൈവ് ടി സെല്ല് ആക്ടിവേറ്റ് ആയിട്ട് ടി എച്ച് സെല്ലാകുന്നുണ്ട്. ഓക്കെ, ടി എച്ച് സെല്ലാകുന്നുണ്ട്. ആ ടി എച്ച് സെല്ല് ഉണ്ടാക്കും, ആ ടി എച്ച് സെല്ല് പോയിട്ട് ആ ടി എച്ച് സെല്ല് ഇൻ്റർലൂക്കിൻ 4 എന്ന് പറയുന്ന സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. ഓക്കെ, ഈ ടി എച്ച് സെൽസ് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻ്റർലൂക്കിൻ 4 എന്ന് പറയുന്ന ഒരു സൈറ്റോകൈൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർലൂക്കിൻ 4 എന്തുണ്ടാക്കും, ആരെ പോയിട്ട് കിരികിരിയാക്കും, ബി സെല്ലിനെ പോയിട്ട് കിരികിരിയാക്കും. ഓക്കെ, ബി സെല്ലിനെ പോയിട്ട് കിരികിരി. അപ്പോൾ ബി സെല്ല് എന്തുണ്ടാക്കും, അവിടെ ബി സെല്ല് ആൻറ്റിബോഡീസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ടാവും. ഓക്കെ, ബി സെല്ല് പ്ലാസ്മ സെല്ലാവും. പ്ലാസ്മ സെല്ല് പോയിട്ട് എന്തുണ്ടാക്കും, അവിടെ ആൻറ്റിബോഡി ഉണ്ടാക്കാൻ തുടങ്ങും. ഓക്കെ, എന്ത് ആൻറ്റിബോഡിയെ സാധാരണ ഉണ്ടാക്കുക, IgE ആൻറ്റിബോഡിയാണ് ഉണ്ടാക്കുക. സോ ഈ IgE ആൻറ്റിബോഡി പിന്നെ എന്താവും, അത് ആ IgE ആൻറ്റിബോഡി പോയിട്ട് മാസ്റ്റ് സെല്ലിലും അതേപോലെ ബേസോഫിൽസിൻ്റെയും സർഫേസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സർഫേസിൽ ആരുണ്ട്, മാസ്റ്റ് സെല്ലിൻ്റെ സർഫേസിൽ റിസപ്റ്റർ ഉണ്ട്, FC റിസപ്റ്റർ എന്ന് പറയുന്ന റിസപ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ ആൻറ്റിബോഡീൻ്റെ FC പോർഷൻ എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും, FC റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത് കുറേ ആൻറ്റിബോഡി IgE ആൻറ്റിബോഡി ഉണ്ടാക്കുകയും അതുവഴി കുറേ മാസ്റ്റർ സെല്ലിൻ്റെ റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. പിന്നെ എന്താവും, സെയിം ആൻറ്റിജൻ രണ്ടാമത്തെ പ്രാവശ്യം നമ്മളെ ബോഡിയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ, അതാണ് റീ എക്സ്പോഷർ എന്ന് പറയുന്നത്. സെയിം ആൻറ്റിജൻ വേണം അടുത്ത പ്രാവശ്യം ബോഡിയിൽ വരുമ്പോൾ എന്തുണ്ടാവും, നമ്മളെ ബോഡിയിൽ ഓൾറെഡി ഫസ്റ്റ് എക്സ്പോഷറിൽ എന്തുണ്ടായിട്ടുണ്ട്, ഈ ആൻറ്റിബോഡി ഉണ്ടായിട്ട് അത് ആ മാസ്റ്റർ സെല്ലിൻ്റെ സർഫേസിൽ ഇരുന്നിട്ട് അടുത്ത എക്സ്പോഷറിന് പോയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലേ. സോ അത് റീ എക്സ്പോഷർ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ഈ ആൻറ്റിജൻ പോയിട്ട് അതിൻ്റെ ഈ ആൻറ്റിബോഡി IgEൻ്റെ FAB പോർഷൻ, അതായത് 2 FAB പോർഷൻ ഉണ്ട്, ആ FAB പോർഷനിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ മാസ്റ്റ് സെല്ലിൻ്റെ ഡീഗ്രാനുലേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് അതിലുള്ള ഗ്രാനുവൽസ് എല്ലാം പുറത്തേക്ക് വരും. ഓക്കെ, ലൈസ് ചെയ്യും. അവിടെ ആ മാസ്റ്റ് സെൽ ലൈസ് ചെയ്തിട്ട് കുറേ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ഹിസ്റ്റാമിനും അതേപോലെയുള്ള മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഹിസ്റ്റാമിൻ എന്ത് ചെയ്യും, അത് പോയിട്ട് അതിന് കുറേ സൈറ്റ് ഉണ്ട്. ആ ഹിസ്റ്റാമിന് സ്മൂത്ത് മസിലിൻ്റെ കൺട്രാക്ഷനും പോലെയുള്ള കുറേ കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് പല സിംറ്റംസും കാണപ്പെടും ബോഡിയിൽ. സോ ഇതാണ് ഈ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റീവിൻ്റെ മെക്കാനിസം. സോ 2 ഫേസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ അറിയണം, സെൻസിറ്റൈസിങ് ഫേസും അതേപോലെ റിയാക്ഷൻ ഫേസും. സോ സെൻസിറ്റൈസ് ഫേസ് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് എക്സ്പോഷറിൽ ആ ആൻറ്റിജൻ ബോഡീൻ്റെ ഉള്ളിൽ കയറിയിട്ട് APCനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് APC ആരെ പോയിട്ട് ബൈൻഡ് ചെയ്യും, കാണിക്കും, അതായത് പ്രസൻറ്റ് ചെയ്യിപ്പിക്കും. അത് നൈവ് ടി സെല്ലിനെ പോയിട്ട് പ്രസൻറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നൈവ് ടി സെൽ ആക്ടിവേറ്റ് ആയിട്ട് അവിടെ ആ നൈവ് ടി സെൽ എന്തായിട്ട് മാറും, TH സെൽസ് ആയിരിക്കും. അതായത് ആക്ടിവേറ്റഡ് TH സെൽസ് ഉണ്ടാവും. ആ TH സെൽസ് എന്ത് റിലീസ് ചെയ്യും, ഇൻ്റർലൂക്കിൻ 4 എന്ന് പറയുന്ന സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. ആ സൈറ്റോകൈൻസ് ഇൻ്റർലൂക്കിൻ 4 സൈറ്റോകൈൻസ് പോയിട്ട് ബി സെല്ലിനെ പോയിട്ട് കിരികിരിയാക്കും. അവിടെ ബി സെല്ലിൽ നിന്നുണ്ടാക്കും, ബി സെല്ല് പ്ലാസ്മ സെല്ല് ഉണ്ടാക്കും. പ്ലാസ്മ സെല്ല് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. ഏത് ആൻറ്റിബോഡിയാ, IgE ആൻറ്റിബോഡി. ആ IgE പോയിട്ട് മാസ്റ്റ് സെല്ലിൻ്റെ പുറത്തുള്ള റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും, FC റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അത് അങ്ങനെ അടുത്ത എക്സ്പോഷറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ആ സെൻസിറ്റൈസിങ് ഫേസിൽ വരുന്നത്. പിന്നെയുള്ളത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം റിയാക്ഷൻ ഫേസാണ്. ഓക്കെ, സോ രണ്ട് എക്സ്പോഷർ ഉണ്ടായാൽ മാത്രം, രണ്ടാമത്തെ എക്സ്പോഷറിൽ മാത്രമാണ് എന്തുണ്ടാകുന്നത്, അവിടെ ഡീഗ്രാനുലേഷൻ ഓഫ് മാസ്റ്റ് സെൽസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് വേറൊരു പിക്ചറാണ്, സെയിം സാധനമാണ്. സോ ഇതെന്ന് പറയുന്നത് ഇതിൽ സെൻസിറ്റൈസേഷൻ ഫേസ് ഇല്ല. ഇതിലുള്ളത് ഇതിൽ ഉണ്ടല്ലോ ഇവിടെ സെൻസിറ്റൈസേഷൻ ഫേസ് ഉണ്ട് ഇവിടെ. ഓക്കെ, സെയിം പിക്ചറാണ്, വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ പിക്ചർ. ഓക്കെ, ഇതും വേറൊരു പിക്ചറാണ് ഇവിടെ. അലർജൻ ഉണ്ട്, അലർജൻ APCയുമായിട്ട് എക്സ്പോസ് ചെയ്യും. അപ്പോൾ APC എന്തുണ്ടാക്കും, APC ആ അലർജനെ എവിടേക്ക് പ്രസൻറ്റ് ചെയ്യിപ്പിക്കും, TH2 നൈവ് സെല്ലിനെ പോയിട്ട് പ്രസൻറ്റ് ചെയ്യിപ്പിക്കും. ആ TH2 നൈവ് സെൽസ് TH2 സെൽസ് ആവും. ആ TH2 സെൽസ് അത് എന്തുണ്ടാക്കും, ഇൻ്റർലൂക്കിൻ 4 പോലെയുള്ള
സൈറ്റോകൈൻസ് ഉണ്ടാക്കും. ആ ഇൻ്റർലൂക്കിൻ 4 എവിടെ പോയിട്ട് ആക്ടിവേറ്റ് ആക്കും? ആരെ ആക്ടിവേറ്റ് ആക്കും? അല്ലെങ്കിൽ ആരെ കിരികിരിയാക്കും? ഈ ബി സെല്ലിനെ പോയിട്ട് കിരികിരിയാക്കും. അപ്പോൾ ബി സെൽ എന്തുണ്ടാക്കും? ആൻറ്റിബോഡി ഉണ്ടാക്കും. ഏത് ആൻറ്റിബോഡിയാണ്? IgE ആൻറ്റിബോഡി. സോ ആ IgE ആൻറ്റിബോഡിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? അത് പോയിട്ട് മാസ്റ്റർ സെല്ലിൻ്റെ സർഫേസിലുള്ള FC റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. സോ IgEൻ്റെ FC പാർട്ട് എന്താണ്? ഈ മാസ്റ്റർ സെല്ലിൻ്റെ പുറത്തുള്ള FC റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് എന്തുണ്ടാവും? അവിടെ മാസ്റ്റർ സെല്ലിൻ്റെ ഡീഗ്രാനുലേഷൻ സംഭവിക്കും. എന്നിട്ട് ഹിസ്റ്റാമിന് പോലെയുള്ള എന്താണ് മീഡിയേറ്റേഴ്സ് റിലീസ് ആവും. ഓക്കെ, എന്നിട്ട് എന്താണ് ഹിസ്റ്റാമിന് മീഡിയേറ്റേഴ്സ് ആരെ പോയിട്ട് ആക്ട് ചെയ്യും? അത് സ്മൂത്ത് മസിലിനെ ആക്ട് ചെയ്യും, അതേപോലെ വാസോ ഡൈലേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ എന്തൊക്കെ അലർജിക് റിയാക്ഷൻസ്? പോയിസൺ, ചില സമയത്ത് ചില പോയിസൺ പ്ലാന്റ്സ് ഉണ്ടാവും, അതുവഴി അലർജി ഉണ്ടാവും. എനിമൽ സ്ക്രാച്ചസ് കൊണ്ട് അലർജി ഉണ്ടാവും, പോളന് കൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ ബീ സ്റ്റിങ്, തേനീച്ച കൊത്തി കഴിഞ്ഞാൽ നമുക്ക് അലർജി ഉണ്ടാവും. ഓക്കെ, ചില സമയത്ത് നമുക്ക് ചില ഫുഡ് കഴിച്ചാൽ, നട്ട്, ഷെൽ ഫിഷ് പോലെയുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് അലർജി ഉണ്ടാവും. ചില സമയത്ത് പോളൻ ഇൻഹേൽ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ നമ്മൾ ഇൻഹേൽ ചെയ്താൽ ഉണ്ടാവും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ എഴുതുമ്പോൾ, മെക്കാനിസം എഴുതുമ്പോൾ നമ്മൾ 2 ഫേസ് ഉൾപ്പെടുത്തി കൊണ്ടുപോകണം എഴുതാൻ. അതിനകത്ത് സെൻസിറ്റൈസേഷൻ ഫേസും ഉണ്ട്, റിയാക്ഷൻ ഫേസും ഉണ്ട്.